പോയി ഒഡീസി കണ്ടു. ഡയറക്റ്റഡ് ബൈ സാക്ഷാൽ ക്രിസ്റ്റഫർ നോളൻ. എന്താ പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തമില്ല. ഞാൻ കണ്ടതിൻ്റെ ആ ഒരു ഹാങ് ഓവർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു പക്ക എപ്പിക് മാസ്റ്റർ ക്ലാസ് സാധനം എന്നൊക്കെ പറയത്തില്ലേ. പുള്ളി ഓരോ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഓരോ സിനിമ ഒന്ന് ചെയ്യും. ലാസ്റ്റ് ടൈം നമ്മൾ ഓപ്പൺഹൈമർ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്ററി ആയിട്ടൊരു സംഭവം എടുത്ത് വെച്ചിട്ട് പുള്ളിയുടേതായ രീതിയിലുള്ള സ്ക്രീൻ പ്ലേയും ആ ഒരു കഥ പറഞ്ഞു പോകുന്ന രീതി ഉണ്ടല്ലോ. ഇതും അതുപോലെ തന്നെ ഹോമർ എന്ന് പറയുന്നൊരു ഗ്രേറ്റ് ഒരു പോയിട്ട് ഉണ്ടായിരുന്നു. പണ്ട് ബ്ലൈൻഡാണ് പുള്ളി എഴുതിയതാണെന്ന് ആണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഒഡീസി ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അതിനെ എടുത്ത് വെച്ചിട്ട് നോളൻ്റെതായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു മൂവി, ഒരു 3 മണിക്കൂറിൻ്റെ ഒരു ബ്രഹ്മാണ്ഡ സാധനം. എന്താ പറയുക, നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള സ്റ്റോറി ടെല്ലിങ് അങ്ങനെ വിശ്വസിച്ചു അല്ലെങ്കിൽ അങ്ങനെ കരുതി പോയിട്ട് കാര്യമില്ല. കാരണം ഇത് നോളൻ എടുത്തിരിക്കുന്ന പടം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ഇപ്പം പുള്ളി ഡൺക്രിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം നമ്മുടെ വേൾഡ് വാറൊക്കെ വെച്ചിട്ട്, അതുപോലെ ഓപ്പൺഹൈമർ ആയാലും അതിൻ്റേതായ ഒരു പേസ് ഉണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ സംഭവം മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം എനിക്ക് വളരെ എനിക്കത് എങ്ങനെ പറയണം ആ ഒരു ഫീൽ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. കാരണം അത് ഞാൻ അനുഭവിച്ച രീതി അല്ലെങ്കിൽ നമ്മളത് തിയേറ്ററിൽ നിന്ന് ഐമാക്സിലല്ല ഞാൻ കണ്ടത്. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. കാരണം ചില സമയത്ത് ഞാൻ തന്നെ ഇമാജിൻ ചെയ്യാറുണ്ട്. കാരണം ചില പോർഷൻസ് ഇവർ ഓടുന്ന ചില മലയിൽ കൂടെയൊക്കെ ഓടുന്ന സീനിൽ ഇത്രയൊക്കെ കാണത്തുള്ളൂ, താഴോട്ട് മുകളിലോട്ട് കാണത്തില്ല. അത് ഫുള്ളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് തന്നെ 70mm ഐമാക്സിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതാണ്. നമുക്കത് ഇന്ത്യയിലൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ അതിനകത്ത് എന്തായാലും നമുക്ക് കാണാൻ പറ്റത്തില്ല. സോ എന്തായാലും നമ്മൾ ലാപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ കാണുന്നതിലും ബെറ്റർ തിയേറ്ററിൽ കാണണം. അത്രയേ ഉള്ളൂ. അത്ര ഞാൻ ചിന്തിച്ചുള്ളൂ. ഞാൻ പോയി കണ്ടു. ഒരു പക്ക വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കിട്ടിയത്. ഇതിൽ നമുക്ക് എനിക്ക് എൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഒഡീസിയുടെ. അപ്പോൾ അത് അറിയാവുന്നവർക്ക് നടക്കുന്ന കഥകളും കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവും. ഇനി അതൊന്നും അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ അത് നമുക്ക് ഇപ്പം ഫോർ മീ അതിൻ്റെ പറ്റേ നമുക്ക് ട്രോജൻ ഹോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അന്നത്തെ സമയത്ത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. ആ വാറും കാര്യങ്ങളൊക്കെ, ആ ഒരു തടി പോലത്തെ ആ ഒരു ഹോഴ്സിനകത്ത് പടയാളികൾ ഇരുന്നിട്ട് പോയി യുദ്ധം ചെയ്ത കഥകളൊക്കെ, അതൊക്കെ ഇതിനകത്ത് പുള്ളിയുടേതായ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. കിടിലമാണ് ആ സീനുകളൊക്കെ. അപ്പോൾ അതിനകത്താണ് നമുക്ക് പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, ഓക്കെ ഇങ്ങനെയാണ് പുള്ളി ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടൊരു പോക്കാണ്. പടം നോൺ ലീനിയറാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു നമ്പർ 1 ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം പടം എടുത്തു വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. കാരണം ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ അല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന ഒരു സംഭവം അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്റ്റിൽ ആ ഒരു ഇൻസിഡൻറ്റ് അതിന് പാരലായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ കാണിച്ച് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാത്ത രീതിയിലും പിന്നീട് നമുക്ക് സ്റ്റോറി മനസ്സിലാവുന്ന രീതിയിലും, ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാഗ് തോന്നിച്ചേനെ. പക്ഷേ ഇതിൽ ലാഗ് ഒന്നും തോന്നിച്ചില്ല. പക്കയായിരുന്നു പടം. നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞാനത് വീണ്ടും എടുത്ത് പറയാം. പിന്നെ ഇതായത് മാറ്റ് ഡേമൻ, ടോം ഹോളണ്ട്, റോബർട്ട് പാറ്റിൻസൺ, ആന ഹാത്വേ, എല്ലാവരുടെയും പീക്ക് പെർഫോമൻസ്. മാറ്റ് ഡേമൻ ഒന്ന് എടുത്ത് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആ ഒരു ബോട്ടിനകത്ത് ആ ഒരു ചെറിയ അതിനകത്ത് കിടന്ന് കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. രാത്രിയിൽ മഴയൊക്കെ പെയ്തിട്ട് കടൽ പ്രക്ഷോഭത്തിൽ, അതായത് എന്താ പറയുക, കടൽ നോർമലല്ല ആ സമയത്തൊക്കെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ ആ ബോട്ട് ബ്രേക്ക് ആവുന്നൊരു സീനൊക്കെ ഉണ്ട്. ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. പിന്നീട് ഇവർ അറിയാലോ ഗ്രീക്ക് ദേവനും ദേവതകളും, അപ്പോൾ അവരെ ആരാധിക്കുന്നതിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ദൈവത്തെ ദൈവമായിട്ട് കാണിക്കാണ്ട് എന്നാൽ അത് അവരുടെ ഒരു പ്രസൻസ് ഉള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. സ്റ്റിൽ നമുക്കത് കൺവിൻസ് ആവുകയും നമുക്ക് ഇപ്പോൾ ഒരാൾക്കാണെങ്കിൽ കൂടിയും അത് പക്കയായിട്ട് നമുക്കത് കണക്റ്റ് ആവും. എന്താ പറയുക, എനിക്ക് എന്ത് പറഞ്ഞത് ഞാൻ അറിയത്തില്ല. അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, VFX സൗണ്ട് എഫക്ട്സ്, നമുക്കിനി അതിനെപ്പറ്റി സംസാരിക്കാം. ഇവരൊരു ഗുഹയിൽ ചെല്ലുമ്പം അവിടെ ഒരു വലിയൊരു സംഭവം നടക്കും. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു വൺ ഐഡ് ഒരു മോൺസ്റ്റർ പോലത്തെ ഒരു സംഭവം, ഒരു ജയൻ്റ് ഒരാൾ, ശരിക്കും പറഞ്ഞാൽ പൊസൈഡനെ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയത്തില്ല. കാരണം പണ്ട് തന്നെ ഞാൻ ഗ്രീക്ക് ആ ഒരു കുറച്ച് സ്യൂസ് ആയാലും, പിന്നീട് പൊസൈഡൻ ഉണ്ട്, ഹെലൻ സ്പാർട്ട, അത് മറ്റേ ഇൻഫ്ലുവൻസർ അല്ല, അപ്പോൾ അവരുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഫിക്ഷനാണ്. പക്ഷേ നമ്മളിത് കാണുന്ന സമയത്ത് ഇതെല്ലാം ശരിക്കും ഒരു സമയത്ത് നടന്ന കഥയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളി എന്നുവെച്ചാൽ ഭയങ്കര നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ക ഫിക്ഷൻ ആണെങ്കിൽ കൂടി. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുഹയിൽ ചെല്ലുന്ന സമയത്ത് ആ ഒരു മോൺസ്റ്ററിനുണ്ടാകുന്ന ഒരു സംഭവത്തിൽ അത് കിടന്ന് ബഹളം വെക്കുന്നത്, അലർന്നത്, ആ ഒരു സൗണ്ട് എഫക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനത് IMAX കണ്ടായിരുന്നെങ്കിലൊന്ന് അത് തിയേറ്ററിൽ എന്ന് വെച്ചാൽ അത് ഓക്കെ. പിന്നെ ഒന്ന് ഇവർ ഒരു കടലിൽ പോയി കഴിയുന്ന സമയത്ത് ഒരു സൈറൺ കേൾക്കും എന്ന് പറയുന്നൊരു സീനുണ്ട്.
അത് പുള്ളി ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു രീതിയുണ്ട്. എടുത്ത് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ, പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ എല്ലാം ഇങ്ങനെ പറയണമെന്നുണ്ട്, ഷെയർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എടുത്ത് പറയും, അതാ പ്രശ്നം. പിന്നെ ട്രെയിലറിൽ കാണുന്ന ഒരു ചെറിയ ജയൻസ് പോലത്തെ ആളുകളുടെയൊക്കെ അവിടെ വെച്ചിട്ടുള്ള ഫൈറ്റ് സീൻ, അങ്ങനെ കുറേ അഡ്വഞ്ചർ ഐലൻഡ്സിൽ ചെല്ലുമ്പോൾ ഉള്ള, പിന്നീട് നമ്മൾ ഒഡീസി അനൗൺസ് ചെയ്ത സമയത്ത് ഒരു സീ മോൺസ്റ്ററിൻ്റെ ഒരു 6 തലയുള്ള സീ മോൺസ്റ്ററിൻ്റെ പോസ്റ്റേഴ്സും ഫോട്ടോയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോളൻ VFX ആക്കുക എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ അത് നോളൻ്റെതായ രീതിയിൽ ആ സാധനത്തെ കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതും എല്ലാം അടിപൊളിയാട്ടോ. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ എന്താണ് ആവശ്യം, പുള്ളി അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് പുള്ളിക്ക് അത് അറിയാം. അത് പുള്ളി കറക്റ്റായിട്ട് ചെയ്തിട്ടുമുണ്ട്. ആർട്ട് വർക്കുകളൊക്കെ ആയാലും അവരുടെ കോസ്റ്റ്യൂമുകളായാലും ആ ഒരു, പിന്നെ ലുഡ്വിഗ് പുള്ളിയാണ് അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള. ഞാൻ എൻ്റെ അനിയനായിട്ടാണ് പോയത്, അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു BGM ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പക്ക സൈലൻസ് ആയിരിക്കും, പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും തിയേറ്ററിൽ ഫുള്ള്. എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എനിക്ക് കൂവാനൊക്കെ തോന്നി. എന്ന് വെച്ചാൽ ലൈക്ക് എക്സോസ്റ്റ്, അതായത് എന്താ ഇപ്പോൾ പറയാം, നമ്മൾ ചില വിജയ് സിനിമകൾ അല്ലെങ്കിൽ മോഹൻലാൽ സിനിമകളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, ഒരു രോമാഞ്ച സീൻ, അങ്ങനെ ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് കണക്കത്തെ സീനൊക്കെ ഉണ്ടായിരുന്നു. അവസാനമൊക്കെ വരുന്ന സമയത്ത് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതിൻ്റെ BGM ഉണ്ട്. പിന്നീട് ഇവർ കോൺവെർസേഷൻ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ഇങ്ങനെ നൈസായിട്ട് പോകുന്ന സാധനങ്ങൾ, ഒരു രക്ഷയില്ല കേട്ടോ. പടം എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബാത്റൂമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, അതായിരിക്കും ബെറ്റർ. ഉറപ്പായിട്ടും ഒരിക്കലും മിസ് ചെയ്യരുത്. ലാഗുണ്ട്, അല്ലെങ്കിൽ ഞാൻ ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ലാഗ് അടിപ്പിച്ച് അല്ലെങ്കിൽ ലാഗ് ആയിരിക്കും പടം, കുഴപ്പമില്ല എങ്കിൽ പോയി കാണാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. പക്ഷേ ലാഗൊന്നും അടിക്കത്തില്ല, 3 മണിക്കൂറുണ്ട്, സുഖമായിട്ട് പോകും. പടം തുടങ്ങുന്നോടം തൊട്ടേക്ക് പട്ടയെന്ന് പറഞ്ഞുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ച്, ഓരോ യുദ്ധങ്ങളും കാണിച്ച് പോയി കാണും. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ മിസ് ചെയ്യാണ്ട് പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബിലോ.